ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ നഗസ്റ്റ് റെഡിയാക്കി എടുത്താലോ. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് ഉടയ്ക്കണമെന്നില്ല, ചെറിയൊരു തരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ചേർക്കേണ്ടത്. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്, ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ കുരുമുളക് പൊടി മാത്രം ചേർത്താലും മതി. ഇപ്പോൾ കൂടെ തന്നെ 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ എന്ന് പറയുന്ന സമയത്ത് ഞാനെടുത്ത ഈ ഉരുളക്കിഴങ്ങിന് ഇത് കറക്റ്റാണ്. അതായത് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല, അതുപോലെ നമ്മൾ കുഴച്ച് കിട്ടുന്ന അളവിലേക്ക് നിങ്ങൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കയ്യിൽ ഒരുപാട് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ 4 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ടീസ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരുപാട് വെള്ളമാവണ്ട, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു അളവിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ബ്രെഡ് ക്രംസും ഞാൻ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിന് മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തിട്ട് നീളത്തിലാണ്, അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. ഒരുപാടും തിക്നെസ് വേണ്ട. ഞാൻ ഈ കാണിക്കുന്നത് ചെറിയൊരു അളവിരിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിക്നെസ് കൂട്ടുകയാണെങ്കിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ തിക്നെസ്സും എല്ലാം ഈ ഒരു ലിമിറ്റായിട്ടാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ട്, കോൺഫ്ലവർ മൈദയുടെ മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് അങ്ങോട്ട് മുകളിൽ അങ്ങനെ പാറി വരും ബ്രെഡ് ക്രംസ്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ എണ്ണയും ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചാണ്, പിന്നെ ബ്രെഡ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ആവാനുള്ള സമയം കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് സമയം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് ഹൈലന്നെ വെച്ച് നമുക്ക് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ മീഡിയമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിന് ശേഷമാണ് ഒന്ന് സെറ്റായി പിന്നെ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഹൈലന്നെ വെച്ച് വേഗം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിലതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങി വന്നതൊക്കെ ഉള്ളിൽ മൊത്തത്തിലൊരു എന്താ പറയുക ഒന്നുമില്ല കേട്ടോ, ഒരു എയർ പോലെ മൊത്തത്തിൽ അങ്ങനെ ചിലത് മാത്രമാണ് ഒരു തിക്നെസ് മൊത്തത്തിൽ അങ്ങനെയുള്ളത്. ബാക്കിയെല്ലാം നല്ല പൊങ്ങി വന്നിട്ട് നല്ല ബലൂണ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്ന സമയത്ത് ഒരു വാക്കില്ല കേട്ടോ പറയാൻ, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ. പെട്ടെന്നൊരു എളുപ്പത്തിലൊരു സ്നാക്സ് എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യുന്നു കേട്ടോ. കുട്ടികൾക്കല്ല വലിയവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു സ്നാക്സാണ്. ഉരുളക്കിഴങ്ങുള്ള സ്നാക്സ് പറയുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. എണ്ണയും അധികം കുടിക്കില്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിന് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. കുറച്ച് ചൂടോടെ കൂടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു 2 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്താണ് സോഫ്റ്റ് ആവുന്നത്. നമ്മൾ ചൂടോടെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു ഇഫ്താറിന് ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.